ആദ്യം ജ്യോതികുമാർ ചമക്കാലയിലേക്ക്. ജ്യോതി, ഇന്നിപ്പോൾ ഒരുപാട് സംഭവ വികാസങ്ങൾ പല രാജികൾ നമ്മൾ കണ്ടു. ആദ്യം സിദ്ദിഖിൻ്റെ രാജി, അതിനുശേഷം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ രാജി, ഇപ്പോൾ AMMA എന്ന സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ രാജി. പക്ഷേ 3 ആരോപണങ്ങൾ തനിക്കെതിരെ വന്നിട്ടും മുകേഷ് MLA ഇപ്പോഴും കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ നയരൂപീകരണത്തിനായി തീരുമാനിച്ച സമിതിയിലെ ഒരു അംഗമായി തുടരുന്നു എന്ന് മാത്രവുമല്ല, അദ്ദേഹം MLA സ്ഥാനത്തും തുടരുന്നുണ്ട്. കുറ്റാരോപിതൻ അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണത്തെ നേരിടുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്. അത് ആനി രാജയും വ്യക്തമാക്കി, ആഷിഖ് അബുവും വ്യക്തമാക്കി നമ്മൾ കണ്ടു. എന്താണ് നിങ്ങളുടെ ആവശ്യം ജ്യോതികുമാർ ചമക്കാല, പ്രതിപക്ഷത്തിൻ്റെ? അരുണ, ഇവിടെ താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ അതിനകത്ത് കുറച്ചുകൂടി ഡെപ്തിൽ പോകേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ ഇപ്പോൾ പരാതി വന്നിട്ടുള്ളത്, ആദ്യം പരാതി വന്നത് ശ്രീ രഞ്ജിത്തിനെതിരെ പരാതി വന്നു, പിന്നീട് സിദ്ദിഖിനെതിരെ പരാതി വന്നു, ഇന്നിപ്പോൾ ഒരു നടി തന്നെ 7 പേർക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട്, തുടർന്ന് പല പരാതികളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അഥവാ രാജിവെച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ താങ്കൾ പറയുന്നത് സിദ്ദിഖിൻ്റെ രാജി ഇപ്പോൾ അപ്രസക്തമായി. കാരണം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് രാജിവെച്ചതിന് മാത്രമായ ഒരു പ്രസക്തിയില്ല. സിദ്ദിഖിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നഷ്ടത്തിൻ്റെ ലാഭത്തിൻ്റെ കണക്കല്ല. മറുഭാഗത്ത് നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ രഞ്ജിത്ത് മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഔദ്യോഗിക പദവി ഉണ്ടായിരുന്നത്, സർക്കാർ സംവിധാനം ഉണ്ടായിരുന്നത് രഞ്ജിത്തിന് മാത്രമാണ്, അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത്. അപ്പോൾ മറിച്ച് ചിന്തിച്ചാൽ ഇവിടെ നോക്കൂ, ഇന്നലെ ശ്രീലേഖ മിത്രയുമായി ബന്ധപ്പെട്ട് അവരുടെ പരാതി പോലീസിൽ ലഭിച്ചു, നിമിഷങ്ങൾക്കുള്ളിൽ FIR ഇട്ടു, അല്ലേ? ഇപ്പോൾ ഈ പരാതി, ഇന്ന് രാവിലെ തന്നെ പരാതി ശ്രീ മുകേഷിനെതിരായിട്ട് 1-ലധികം പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ FIR ഇട്ടില്ലല്ലോ അരുൺകുമാറെ. അതിനെക്കുറിച്ച് വേണ്ടി നമ്മൾ ആദ്യം സംസാരിക്കാൻ. എന്തുകൊണ്ട് FIR ഇടുന്നില്ല? എന്തേ FIR ഇടുന്നതിൽ ഇത്ര താമസം? അപ്പോൾ FIR ഇടുന്നതുൾപ്പെടെ അദ്ദേഹത്തെ ഈ സിനിമ കോൺക്ലേവ് നടത്തിപ്പിൻ്റെ അതിൻ്റെ സംഘാടക സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ഇപ്പോഴും നടന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ അദ്ദേഹം രാജിവെക്കണോ രാജിവെക്കേണ്ടതിനെ സംബന്ധിച്ചൊക്കെ ശ്രീമതി ആനി രാജയും അതുപോലെ ആഷിഖ് അബു ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇവിടെ ശ്രീ മുകേഷിന് ഒരു നീതിയും രഞ്ജിത്തിന് മറ്റൊരു നീതിയും എന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇത് തുടങ്ങിയത് ഇവിടെയൊന്നുമല്ല. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം കുറേ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്ക് ശേഷം ഏറ്റവും അവസാനം പരസ്യമായി പലരും പ്രതികരിച്ചു തുടങ്ങി. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബംഗാളി നടി പരസ്യമായി രംഗത്ത് വന്നത്, രഞ്ജിത്തിനെതിരായിട്ട് രംഗത്ത് വന്നത്. ആ ആവേശത്തിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പലരും തങ്ങളുടെ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി. തുറന്നു പറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി ഔദ്യോഗിക തലത്തിൽ യോഗം വിളിച്ചു ചേർത്തു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. അതിൻ്റെ പത്രക്കുറിപ്പ് നമ്മൾ കണ്ടു. അതിനകത്ത് ഹേമ കമ്മിറ്റി എന്നൊരു വാക്കില്ല. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ പൊതുമണ്ഡലത്തിൽ പരസ്യമായി വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള കേസുകൾ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സർക്കാരിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ അടിസ്ഥാനപരമായി അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ രാജിവെക്കാനിടയായ സാഹചര്യത്തിന് കാരണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് 2019 ഡിസംബർ മാസം 31-ാം തീയതി അത് കിട്ടിയെങ്കിൽ നിരവധി തടസ്സങ്ങൾ സർക്കാർ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കി. നമുക്കത് ചർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് വരാം. കാര്യം നമ്മളത് വളരെ വിശദമായി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചർച്ച ചെയ്തതുകൊണ്ടാണ്. നമുക്കത് ഒരു ഘട്ടത്തിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് താങ്കൾക്കിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായി ഉന്നയിക്കാനുള്ളത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും MLA എന്ന സ്ഥാനത്ത് നിന്നും മുകേഷ് ആരോപണ വിധേയമായ സാഹചര്യത്തിൽ മാറി നിൽക്കണമെന്നാണ്. 3 ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെയുള്ളത്. ഒന്ന് ടെസ് ജോസഫിൻ്റെ ആരോപണം. അത് ടെസ് ജോസഫ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എന്നാൽ അവർ പരാതി കൊടുക്കാൻ തയ്യാറല്ല. രണ്ടാമത്തത് മറ്റൊരു പരാതിക്കാരിയുടെ ആരോപണം, ഇനി നമുക്ക് അവരുടെ പേര് പറയുക സാധ്യമല്ല. മൂന്നാമത്തത് ഇന്നിപ്പോൾ ഞങ്ങളോട് വെളിപ്പെടുത്തിയ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു ആരോപണം. 3 ആരോപണങ്ങളുടെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മുകേഷ്. അതെ. അപ്പോൾ 3 ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും, അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്പൗസുകൾ തന്നെ നേരത്തെ തന്നെ 1-ലധികം ആളുകൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്, പൊതുസമൂഹ മണ്ഡലത്തിലുണ്ട്. അതുകൂടി ഇപ്പോൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളതാണ്. എന്നിട്ട് പോലും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ ഇന്ന് ഏറ്റവും അവസാനം നോക്കൂ, അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി സംഘടനാ സംവിധാനത്തിന് CPM എന്ന പ്രസ്ഥാനത്തെ കൂട്ടുപിടിക്കുകയല്ലേ.
വിഷയമല്ലേ? അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെങ്കൊടിയുടെ സഹായം തേടുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജ്യോതി. ഞാനൊന്ന് പ്രേംകുമാറിന്റെ ഒരു അഭിപ്രായം എടുത്ത് തിരിച്ചു വരാം. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.